NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ് സമുദായ സംഘടനകൾ തിണ്ണകറി നരങ്ങരുത്. ഇത് പഴയ കേരളവും പുതിയ കേരളവും തമ്മിലുള്ള യുദ്ധമാണ്. ജാതി നോക്കി വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞെന്നും കഴിവും നിലപാടും നോക്കി വോട്ട് ചെയ്യുന്ന തലമുറ ഇവിടെയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം. ഈഴവ വിരോധിയാണ് സതീശൻ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈഴവനായ എന്നെ, ഒരു പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി. നമസ്കാരം. കേരള രാഷ്ട്രീയം ഇപ്പോൾ കലങ്ങിമറിയുകയാണ്. ഒരു വശത്ത് RSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ, മറുവശത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ആക്രമിക്കുന്നത് ഒരാളെയാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശന്. സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങി വിജയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന സതീശൻ്റെ ഒരൊറ്റ പ്രസ്താവനയാണ് കേരളത്തിലെ ജാതി സമവാക്യങ്ങളെ വിറപ്പിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സമുദായ നേതാക്കളെ പിണക്കി ഒരു രാഷ്ട്രീയക്കാരന് കേരളത്തിൽ നിലനിൽപ്പുണ്ടോ? അതോ VD സതീശൻ തുടക്കമിടുന്നത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിനാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു എന്തുകൊണ്ട് VD സതീശൻ്റെ നിലപാടുകൾ കേരളത്തിന് അനിവാര്യമാകുന്നത്. ആദ്യം തന്നെ എന്താണ് വിവാദം എന്ന് നോക്കാം. പറവൂർ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തൻ്റെ സഹായം തേടിയിരുന്നു എന്നും ജയിച്ചു കഴിഞ്ഞപ്പോൾ സമുദായ നേതാക്കളെ തള്ളിപ്പറയുന്നു എന്നാണ് സുകുമാരൻ നായരുടെ പ്രധാന ആരോപണം. NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ് സമുദായ സംഘടനകൾ തിണ്ണകറി നരങ്ങരുതെന്ന്. വെള്ളാപ്പള്ളിയുടെയും സമാനമായ രീതിയിലുള്ള സതീശനെതിരെ രംഗത്തുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. VD സതീശൻ പറഞ്ഞത് സമുദായ നേതാക്കളെ കാണില്ല എന്നല്ല, മറിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ സമുദായ നേതാക്കളുടെ അനുവാദം ആവശ്യമില്ല എന്നാണ്. VD സതീശനെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ കാരണം അദ്ദേഹം മതേതരത്വം നൽകുന്ന പുതിയൊരു നിർവചനമാണ്. കേരളത്തിൽ കാലങ്ങളായി കണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർ സമുദായ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സമുദായ ആചാര്യന്മാരുടെ മുന്നിൽ പോയി കൈകൂപ്പി വോട്ട് ചോദിക്കുന്ന കാഴ്ചയാണ്. ഇതിനൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? വിശ്വാസത്തെയും സമുദായത്തെയും ബഹുമാനിക്കാം, പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് പൊരുന്നിയിലോ കണിച്ചുകുളങ്ങരയിലോ ഇരിക്കുന്നവരാകരുത് എന്ന സതീശൻ്റെ നിലപാട് ധീരമാണ്. ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡാണ്. സുകുമാരൻ നായർ പറയുന്നു അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് സതീശൻ ജയിച്ചതെന്ന്. എന്നാൽ പറവൂരിലെ ജനങ്ങൾക്കറിയാം സത്യം എന്താണെന്നുള്ളത്. തുടർച്ചയായി 5 തവണ പറവൂരിൽ വിജയിച്ചത് കേവലം ജാതി സമവാക്യങ്ങൾ നോക്കിയല്ല. 2021 സമുദായ സംഘടനയുടെ ശക്തമായ എതിർപ്പുണ്ടായിട്ടും 21,000-ലധികം വോട്ടുകൾക്ക് അദ്ദേഹം ജയിച്ചു കയറിയെങ്കിൽ അത് ജനങ്ങളുടെ വിജയമാണ്. വികസനവും കൃത്യമായ രാഷ്ട്രീയവും പറയുന്നവർക്ക് ജാതിവാലുകൾ ആവശ്യമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. VD സതീശൻ നേരിടുന്നത് ഒരു ദ്വിമുഖ ആക്രമണമാണ്. ഒരു വശത്ത് ഭൂരിപക്ഷ വർഗീയത, മറുവശത്ത് ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും എതിർക്കും എന്ന നിലപാട് അദ്ദേഹം കൃത്യമായി പാലിക്കുന്നുമുണ്ട്. ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം. മതേതരത്വം എന്നാൽ ആരെയും പ്രീണിപ്പിക്കാനല്ല, മറിച്ച് എല്ലാവരോടും തുല്യനീതി കാണിക്കാനാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സമുദായ നേതാക്കൾ ഒരുമിച്ച് നിന്ന് ആക്രമിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതൊരു ലീഡറുടെ ലക്ഷണമാണ്. തിണ്ണ നിരങ്ങുക എന്ന പ്രയോഗം അഹങ്കാരമാണെന്ന് ചിലർ പറയുന്നു. എന്നാൽ ചിന്തിക്കുക, ഒരു ജനപ്രതിനിധി ഉത്തരം പറയേണ്ടത് തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോടാണ്, സമുദായ പ്രമാണിമാരോടല്ല. സമുദായ നേതാക്കളെ ബഹുമാനപൂർവ്വം കാണുന്നതിനും അവരുടെ അന്യായമായ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. VD സതീശൻ വരച്ചിരിക്കുന്നത് ആ ലക്ഷ്മണ രേഖയാണ്. ചുരുക്കത്തിൽ VD സതീശൻ നേരിടുന്നത് വ്യക്തിപരമായ ഒരു യുദ്ധമല്ല. ഇത് പഴയ കേരളവും പുതിയ കേരളവും തമ്മിലുള്ള യുദ്ധമാണ്. ജാതി നോക്കി വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞെന്നും കഴിവും നിലപാടും നോക്കി വോട്ട് ചെയ്യുന്ന തലമുറ ഇവിടെയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാം, പക്ഷേ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ അത് ജനങ്ങൾക്ക് വിട്ടു നൽകുക. നട്ടലുള്ള രാഷ്ട്രീയത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ VD സതീശൻ്റെ ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കും പിന്തുണയ്ക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സമുദായ നേതാക്കളുടെ നിയന്ത്രണമില്ലാത്ത രാഷ്ട്രീയം കേരളത്തിന് ഗുണം ചെയ്യുമോ? താഴെ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നിർത്തുന്നു. നന്ദി.